പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര. എല്ലാവർക്കും STR മെഡിറ്റേഷനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രാർത്ഥനയും ധ്യാനവും വെറും പുറം പ്രവർത്തനങ്ങൾ മാത്രമാണോ? അവ ശ്രദ്ധയും സാന്നിധ്യവും ആന്തരിക സ്ഥിരതയും ആവശ്യപ്പെടുന്ന ആഴമുള്ള അഭ്യാസങ്ങളല്ലേ? എന്നാൽ നമ്മുടെ മനസ്സ് അസ്ഥിരമായിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആഴത്തിലേക്കും ധ്യാനത്തിൻ്റെ നിശബ്ദതയിലേക്കും പ്രവേശിക്കാൻ നമുക്ക് പ്രയാസമാകും. ചിലപ്പോൾ നിശബ്ദത പോലും അസ്വസ്ഥതയായി അനുഭവപ്പെടാം. പലർക്കും ധ്യാന സമയത്ത് കൂടുതൽ ചിന്തകളും കൂടുതൽ അസ്വസ്ഥതയും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ധ്യാനം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല. മുമ്പ് ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ആന്തരിക അസ്ഥിരതയെ അത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലെ തിരക്കുകളും നിരന്തരമായ ശ്രദ്ധ തിരിച്ചുവിടലുകളും പലപ്പോഴും ആ അസ്ഥിരതയെ മറച്ചുവെക്കാറുണ്ട്. എന്നാൽ മനുഷ്യൻ നിശബ്ദമായിരിക്കുമ്പോൾ മനസ്സിന്റെ യഥാർത്ഥ അവസ്ഥ പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയും ധ്യാനവും ആദ്യം ഒരാൾക്ക് സമാധാനം നൽകണമെന്നില്ല. ചിലപ്പോൾ അതൊരു ആന്തരിക പോരാട്ടമായി അനുഭവപ്പെടാം. ഇതേ സത്യം മനുഷ്യബന്ധങ്ങളിലും കാണാം. മനസ്സ് ജീർണാവസ്ഥയിലാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ബന്ധങ്ങളിലും പ്രത്യക്ഷമാകും. ഒരാൾ എല്ലാവരോടും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കാനും അവരുടെ സാന്നിധ്യം തിരിച്ചറിയാനും ബഹുമാനത്തോടെ പ്രതികരിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഇത്തരം സാഹചര്യത്തിലാണ് യേശു പറഞ്ഞ വിധവയുടെയും നീതിരഹിതനായ ന്യായാധിപന്റെയും ഉപമ വളരെ പ്രസക്തമാകുന്നത്. ഇത് വെറും ഒരു സാമൂഹിക കഥയല്ല. മനുഷ്യന്റെ മനസ്സിനെയും ശ്രദ്ധയെയും പ്രാർത്ഥനയെയും ആന്തരിക സ്ഥിരതയെയും കുറിച്ചുള്ള ഒരു ആഴമുള്ള ധ്യാന പാഠമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ധ്യാനത്തിന്റെ ആദ്യപടി കേൾക്കലാണ്. അതിനാൽ നാം വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഈ വചനഭാഗം ശാന്തമായ മനസ്സോടെയും ജാഗ്രതയോടെയും വായിക്കാം. തുടർന്ന് ഈ ഉപമ നമ്മുടെ മനസ്സിനെയും ജീവിതാനുഭവങ്ങളെയും എങ്ങനെ പ്രകാശിപ്പിക്കുന്നുവെന്ന് പരിശോധിക്കാം. ലൂക്കായുടെ സുവിശേഷം അധ്യായം 18, 1 മുതൽ 8 വരെ തിരുവചനങ്ങൾ. ന്യായാധിപനും വിധവയും. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും മനസ്സ് ക്ഷയിക്കരുതെന്നും പഠിപ്പിക്കാനായി യേശു ഒരു ഉപമ പറഞ്ഞു. ഈ ആരംഭവാക്യം ഉപമയുടെ മുഴുവൻ ദിശ നിശ്ചയിക്കുന്നു. കാരണം ഒരു ഉപമയെ
മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കണം. യേശു ഇവിടെ ശ്രോതാക്കളെ അനുമാനങ്ങളിൽ വിടുന്നില്ല. ഉപമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഈ വാക്യം വെറും ഒരു ആമുഖമല്ല, ഉപമയുടെ വ്യാഖ്യാന താക്കോലാണ്. ന്യായാധിപൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കോടതിയും നിയമവും വിധിയും നീതിന്യായ വ്യവസ്ഥയുമാണ്. സ്വാഭാവികമായും നാം ഈ ഉപമയെ ഒരു കോടതി കഥയായി വായിക്കാൻ തുടങ്ങും. എന്നാൽ യേശുവിൻ്റെ ആരംഭവാക്യം നമ്മെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുന്നു. ഉപമ നമ്മെ കോടതിയിലേക്കല്ല, മനുഷ്യന്റെ ആന്തരിക ലോകത്തിലേക്കാണ് നയിക്കുന്നത്. കാരണം യേശു ഈ കഥ പറയുന്നത് കോടതിയെക്കുറിച്ച് പഠിക്കാനല്ല, എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും മനസ്സ് ക്ഷയിക്കരുതെന്നും പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ഈ ഉപമയുടെ യഥാർത്ഥ വേദി കോടതി മുറിയല്ല, നമ്മുടെ ഹൃദയമാണ്, മനുഷ്യ ഹൃദയമാണ്. ഇതിന്റെ പ്രധാന സംഘർഷം സാമൂഹികമല്ല, ആന്തരികമാണ്. ഇതിന്റെ പ്രധാന ചോദ്യം നിയമപരമല്ല, ആത്മീയമാണ്. ആയതിനാൽ ഈ ഉപമയെ വായിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം വിധവ ആരാണ്, അല്ലെങ്കിൽ ന്യായാധിപൻ ആരാണ് എന്നതല്ല, മറിച്ച് എങ്ങനെ ഒരാൾ പ്രാർത്ഥനയിൽ നിലനിൽക്കും, എങ്ങനെ മനസ്സ് ക്ഷയിക്കാതെ തുടരും, എങ്ങനെ ശ്രദ്ധയും ജാഗ്രതയും ദീർഘകാലം നിലനിർത്താം എന്നതാണ്. ഈ ചോദ്യങ്ങളാണ് ഉപമയുടെ യഥാർത്ഥ വാതിൽ തുറക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വായനയുടെ അടിസ്ഥാന തത്വവും. നാം ഗ്രന്ഥത്തിലേക്ക് നമ്മുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് ഈ ഗ്രന്ഥം തന്നെ നൽകുന്ന ദിശ പിന്തുടരുകയാണ്. വിശുദ്ധ ഗ്രന്ഥം ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രം പരിമിതപ്പെട്ട ഗ്രന്ഥമല്ല, ഓരോ കാലത്തെയും മനുഷ്യ ഹൃദയത്തോട് സംസാരിക്കുന്ന ജീവനുള്ള വചനമാണ്. മനുഷ്യന്റെ പുറം പരിസരങ്ങൾ മാറിയേക്കാം, എന്നാൽ നമ്മുടെ മനസ്സിന്റെ അസ്ഥിരത, ശ്രദ്ധയുടെ ചിതറൽ, ഭയം, ആഗ്രഹം, നിരാശ, ക്ഷീണം എന്നിവ എല്ലാ കാലത്തും മനുഷ്യ അനുഭവത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ഉപമയെ മനുഷ്യന്റെ ആന്തരിക ജീവിതത്തിന്റെ വെളിച്ചത്തിലും വായിക്കാവുന്നതാണ്. ഇനി ഉപമയിലെ കഥാപാത്രങ്ങളിലേക്ക് വരാം. യേശു 2 കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. നീതിരഹിതനായ ന്യായാധിപൻ, ഒരു വിധവ. ഇവർ ചരിത്ര വ്യക്തികളല്ല, ശാരീരിക, മാനസിക, ആത്മീയ യാഥാർത്ഥ്യങ്ങളുടെ പ്രതീകങ്ങളായി യേശു സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ്. മനുഷ്യന്റെ ഉള്ളിലെ മനസ്സും പുറത്തെ ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രതീകങ്ങളായും ഇവയെ വായിക്കാം. അതിനാൽ ഈ കഥ വെറും ഒരു സാമൂഹിക കഥയല്ല, 2 പ്രതീകാത്മക കഥാപാത്രങ്ങളിലൂടെ ധ്യാനത്തിന്റെ ഒരു ആന്തരിക ഭൂപടമാണ് യേശു നമ്മെ കാണിച്ചു തരുന്നത്. ഈ ഉപമയിൽ ആദ്യം പരാമർശിക്കുന്നത് നീതിരഹിതനായ ന്യായാധിപനെ കുറിച്ചാണ്. ഈ ന്യായാധിപൻ ഒരു ചരിത്ര കഥാപാത്രമല്ലെങ്കിൽ നീതിരഹിതനായ ന്യായാധിപൻ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ധ്യാനാത്മകമായി വായിക്കുമ്പോൾ അദ്ദേഹം ചിതറിപ്പോയതും മലിനമായതുമായ മനസ്സിന്റെ പ്രതീകമായി കാണാം. ആഗ്രഹങ്ങൾ, കോപം, അസൂയ, ഭയം, സ്വാർത്ഥത, മായാബോധം എന്നിവയാൽ നയിക്കപ്പെടുന്ന മനുഷ്യ മനസ്സ്, അശാന്തവും കലുഷിതവും പിടിവാശിയേറിയതുമായ മനസ്സ്. എന്തുകൊണ്ടാണ് അവനെ നീതിരഹിതൻ എന്ന് വിളിക്കുന്നത്? നീതിരാഹിത്യം എന്ന് പറയുമ്പോൾ നാം ധാർമ്മിക തെറ്റുകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ ധ്യാനാത്മകമായി നോക്കുമ്പോൾ അത് വെറും ധാർമ്മിക വീഴ്ച മാത്രമല്ല, ചിതറിപ്പോയ ബോധാവസ്ഥയുടെ ലക്ഷണവുമാണ്. കാരണം ചിതറിപ്പോയ മനസ്സ് ന്യായമായി പ്രവർത്തിക്കുന്നില്ല,
ന്യായം എന്നത് കാര്യങ്ങളെ വ്യക്തമായി കാണാനുള്ള കഴിവ്, ശരിയായ വിവേചന ശക്തി, സമതുലിതമായ കാഴ്ചപ്പാട്, യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാതെ സ്വീകരിക്കാനുള്ള കഴിവ് ഇവയാണ്. പക്ഷേ ശ്രദ്ധ തുടർച്ചയായി തകരുമ്പോൾ മനസ്സ് യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി കാണുന്നില്ല. അതിൻ്റെ കാഴ്ച അപൂർണമാകുന്നു. ഇവിടെയാണ് നീതിരാഹിത്യം ആരംഭിക്കുന്നത്. കാരണം വ്യക്തത ഇല്ലാത്തിടത്ത് നീതി ലഭിക്കുന്നില്ല. ചെളിവെള്ളത്തിൽ വസ്തുക്കൾ വ്യക്തമായി കാണാൻ കഴിയാത്തതുപോലെ ചിതറിപ്പോയ മനസ്സിൽ യാഥാർത്ഥ്യം വളച്ചൊടിക്കപ്പെട്ട രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ മനുഷ്യൻ ചെറിയ കാര്യങ്ങളെ വലുതായി കാണും, താൽക്കാലിക വികാരങ്ങളെ അന്തിമ സത്യമായി കരുതും, ഭയങ്ങളെ യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നു, സ്വന്തം മനസ്സിന്റെ പ്രക്ഷേപണങ്ങളെ സത്യമായി വിശ്വസിക്കും. ഇതാണ് നീതിരാഹിത്യമുള്ള പ്രവർത്തനം. അതുകൊണ്ടാണ് ഉപമ ആ കഥാപാത്രത്തെ ഇങ്ങനെ വിവരിക്കുന്നത്. അവന് ദൈവഭയവും മനുഷ്യരെ മാനിക്കുന്നതുമില്ല. അവൻ നീതിരഹിതൻ, അനാസക്തൻ, ദൈവഭയമില്ലാത്തവൻ, മനുഷ്യരെ മാനിക്കാത്തവൻ. സ്നേഹമുള്ളവരെ, ഇത് ധ്യാന സമയത്ത് അലഞ്ഞുതിരിയുന്ന, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത, മെരുക്കപ്പെടാത്ത മനസ്സിനോട് വളരെ സാമ്യമുള്ളതാണ്. ദൈവഭയമില്ല എന്നതിൻ്റെ അർത്ഥം ഇവിടെ ദൈവഭയം എന്നത് ഭയപ്പെടുക എന്ന അർത്ഥമല്ല, മറിച്ച് പരമ സത്യത്തോടുള്ള തുറന്ന മനസ്സ്, സത്യത്തോടുള്ള ആദരവ്, അന്തിമ യാഥാർത്ഥ്യത്തോടുള്ള സ്പർശനക്ഷമത, ഇവയെ സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ ചിതറിപ്പോയ മനസ്സ് തുടർച്ചയായി വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് നിശബ്ദതയിൽ നിലനിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പരമ സത്യത്തിലേക്കുള്ള ദിശാബോധവും ക്രമേണ നഷ്ടപ്പെടുന്നു. ഇവിടെയാണ് നീതിരഹിതനായ ന്യായാധിപൻ എന്ന പ്രതീകത്തിന്റെ ആഴമുള്ള അർത്ഥം വെളിവാകുന്നത്. അവൻ വെറും ഒരു മോശം മനുഷ്യൻ മാത്രമായിരുന്നില്ല. അവൻ ക്രമം നഷ്ടപ്പെട്ട ബോധത്തിന്റെ പ്രതീകമാണ്. മനസ്സ് മലിനമാകുമ്പോൾ കാഴ്ചപ്പാട് വികലമാകുന്നു, ബന്ധങ്ങൾ തകരുന്നു, ആത്മീയ ബോധം ക്ഷയിക്കുന്നു, ശ്രദ്ധ അസ്ഥിരമാകുന്നു. അതുകൊണ്ട് ചിതറിപ്പോയ മനസ്സ് ന്യായമായി പ്രവർത്തിക്കില്ല. അത് യാഥാർത്ഥ്യത്തിന് നീതി ചെയ്യില്ല, മറ്റുള്ളവർക്ക് നീതി ചെയ്യില്ല, സ്വന്തം ആത്മാവിന് നീതി ചെയ്യില്ല. അവന് മനുഷ്യരെ മാനിക്കുന്നതുമില്ല. മനസ്സ് മലിനമാകുകയും ചിതറിപ്പോവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യബന്ധങ്ങളിലും പ്രകടമാകുന്നു. മറ്റുള്ളവരെ അവർ ആരാണോ അങ്ങനെ കാണാൻ കഴിയുന്നില്ല, മറിച്ച് സ്വന്തം ഭയങ്ങൾ, അസുരക്ഷിത ബോധങ്ങൾ, ഓർമ്മകൾ, മുറിവുകൾ, പ്രതീക്ഷകൾ, ഇവയുടെ ചാലകത്തിലൂടെയാണ് അവൻ കാണുക. അപ്പോൾ ബന്ധങ്ങളും നീതിരാഹിത്യമുള്ളതാകുന്നു. ചിതറിപ്പോയ മനസ്സ് യഥാർത്ഥ സാന്നിധ്യം അനുഭവിക്കുന്നില്ല. സാന്നിധ്യം ഇല്ലാത്തിടത്ത് യഥാർത്ഥ ബഹുമാനവും ഉണ്ടാവുന്നില്ല. ചിതറിയ മനസ്സ് ശ്രദ്ധിക്കില്ല, എവിടെയും അലയും, ജാഗ്രതയും അവഗണിക്കും, ഉൾപ്രേരണകളെ പിന്തുടരും. അതുകൊണ്ട് നീതിരഹിതനായ ന്യായാധിപൻ വികലമായ, മലിനമായ, നിയന്ത്രണമില്ലാത്ത മനസ്സിന്റെ പ്രതീകമാണ്. സ്നേഹമുള്ളവരെ, ഇനി നമുക്ക് രണ്ടാമത്തെ കഥാപാത്രമായ വിധവയിലേക്ക് വരാം. നീതിരഹിതനായ ന്യായാധിപൻ വികലമായ മനസ്സിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഈ വിധവ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഈ വിധവ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. മനസ്സുമായി ബന്ധം നഷ്ടപ്പെട്ട നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഉപമയിൽ പറയുന്നത് ആ പട്ടണത്തിൽ ഒരു വിധവ ഉണ്ടായിരുന്നു. ഇവിടെ പട്ടണം എന്നത് മനുഷ്യന്റെ ആന്തരിക കേന്ദ്രബോധത്തിന്റെ പ്രതീകമായി വായിക്കാം. ആ പട്ടണത്തിൽ ഉള്ളിലാണ് ന്യായാധിപൻ ഇരിക്കുന്നത്. അതായത് മനസ്സിന്റെ കേന്ദ്ര പ്രവർത്തനം അവിടെയാണ് നടക്കുന്നത്. തീരുമാനങ്ങളും പ്രതികരണങ്ങളും വിവേചനങ്ങളും അവിടെ രൂപപ്പെടുന്നു. എന്നാൽ വിധവ പട്ടണത്തിന്റെ അരികിലാണുള്ളത്. ഈ ചിത്രം വളരെ ആഴമുള്ള ഒരു ധ്യാനാത്മക സത്യത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങൾ
എല്ലായ്പ്പോഴും പുറത്തുള്ള ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാഴ്ച പുറത്തേക്കാണ് പോകുന്നത്. ശ്രവണം പുറത്തു നിന്നുള്ള ശബ്ദങ്ങളെ സ്വീകരിക്കുന്നു. സ്പർശം, രുചി, ഗന്ധം ഇവയൊക്കെയും പുറം ലോകത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ മനുഷ്യന്റെ അതിർപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവയാണ്. അവ ശരീരത്തിൻ്റെയും ലോകത്തിൻ്റെയും ഇടയിലുള്ള സമ്പർക്ക കവാടങ്ങളാണ്. കണ്ണുകൾ വെളിച്ചത്തെ സ്വീകരിക്കുന്നു, ചെവികൾ ശബ്ദത്തെ സ്വീകരിക്കുന്നു, ത്വക്ക് സ്പർശത്തെ സ്വീകരിക്കുന്നു. അതായത് ഇന്ദ്രിയങ്ങൾ എല്ലായ്പ്പോഴും പുറത്തുനിന്ന് അകത്തേക്ക് വിവരങ്ങൾ കൊണ്ടുവരുന്ന കവാടങ്ങളാണ്. ഇവിടെയാണ് വിധവയുടെ പ്രതീകം വളരെ പ്രസക്തമാകുന്നത്. അവൾ കേന്ദ്രത്തിലല്ല, അരികിലാണ്. അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളും മനുഷ്യന്റെ ആന്തരിക കേന്ദ്രമല്ല, പുറം ലോകവും മനസ്സും തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങളാണ്. എന്നാൽ ഈ അതിരുകളിൽ നിന്നാണ് മുഴുവൻ മനസ്സും സ്വാധീനിക്കപ്പെടുന്നത്. ഒരു ചെറിയ ശബ്ദം പോലും മനസ്സിൽ ഭയം സൃഷ്ടിക്കാം. ഒരു കാഴ്ച ആഗ്രഹങ്ങളെ ഉണർത്താം. ഒരു വാക്ക് പഴയ മുറിവുകൾ ഉണർത്താം. അതിനാൽ ഇന്ദ്രിയങ്ങൾ വെറും ശരീര അവയവങ്ങൾ മാത്രമല്ല, മനസ്സിലേക്കുള്ള പ്രവേശന കവാടങ്ങളാണ്. ബൈബിൾ സംസ്കാരത്തിൽ ഒരു വിധവ സമൂഹത്തിന്റെ അരികിലേക്ക് തള്ളപ്പെട്ട വ്യക്തിയുടെ പ്രതീകമാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ, സംരക്ഷണവും സ്ഥിരതയും ഇല്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവൾ. അതിനാൽ വിധവ പ്രതിനിധീകരിക്കുന്നത് ദുർബലത, ആശ്രിതത്വം, നിസ്സഹായത, അതിജീവനത്തിനായുള്ള നിരന്തര ശ്രമം ഇവയാണ്. ഇത് വളരെ ആഴമുള്ള പ്രതീകമാണ്. അതുകൊണ്ട് ഉപമയിലെ വിധവ മനസ്സുമായുള്ള ബന്ധവും ഏകീകരണവും നഷ്ടപ്പെട്ട ഇന്ദ്രിയങ്ങളെ പ്രതിനിധീകരിക്കുന്നു. മനസ്സും ഇന്ദ്രിയങ്ങളും സ്വാഭാവികമായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവയാണ്. ഇന്ദ്രിയങ്ങൾ പുറം ലോകത്ത് നിന്ന് വിവരങ്ങൾ കൊണ്ടുവരുന്നു. മനസ്സ് അവയെ ഗ്രഹിക്കുകയും അർത്ഥം നൽകുകയും ചെയ്യുന്നു. പക്ഷേ മനുഷ്യന്റെ ഉള്ളിൽ അസ്ഥിരത വർദ്ധിക്കുമ്പോൾ ഈ ഏകീകരണം ക്രമേണ തകരാൻ തുടങ്ങും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിക്കില്ല. അവ നിയന്ത്രണമില്ലാതെ പുറം ലോകത്തിന്റെ പിന്നാലെ അലഞ്ഞ് തിരിയും. കണ്ണുകൾ തുടർച്ചയായി പുതിയ കാഴ്ചകൾ അന്വേഷിക്കും. ചെവികൾ നിരന്തരം ശബ്ദങ്ങളെയും ഉത്തേജനങ്ങളെയും തേടും. നാവ് കൂടുതൽ അനുഭവങ്ങൾ ആവശ്യപ്പെടും. ശരീരം നിരന്തരം സുഖാനുഭവങ്ങളുടെ പിന്നാലെ പോകും. ഇവിടെ ഒരാഴമുള്ള പ്രശ്നമുണ്ട്. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, പക്ഷേ അവയ്ക്ക് കേന്ദ്രമില്ല. അവ അനുഭവങ്ങൾ ശേഖരിക്കുന്നു, പക്ഷേ ആ അനുഭവങ്ങളെ ശാന്തമായി സ്വീകരിക്കുകയും ഏകീകരിക്കുകയും ചെയ്യുന്ന മനസ്സില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ മനുഷ്യൻ നിരന്തരം ഉത്തേജനങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടും ഉള്ളിൽ ശൂന്യത അനുഭവിക്കുന്നത്. വളരെയധികം കാണുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നില്ല. വളരെയധികം കേൾക്കുന്നു, പക്ഷെ ആഴത്തിൽ കേൾക്കുന്നില്ല. വളരെയധികം സംസാരിക്കുന്നു, പക്ഷെ സാന്നിധ്യത്തോടെ ബന്ധപ്പെടുന്നില്ല. ഇതാണ് മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ബന്ധവിച്ഛേദം. ഇവിടെയാണ് നമ്മുടെ വിധവയുടെ പ്രതീകം അതീവ പ്രസക്തമാകുന്നത്. വിധവ ഏകാഗിയാണ്. അവൾക്ക് സംരക്ഷണമില്ല, സ്ഥിരതയില്ല. അവൾ നിരന്തരം സഹായം തേടുന്നു. അതുപോലെ തന്നെ ഏകീകരണം നഷ്ടപ്പെട്ട ഇന്ദ്രിയങ്ങളും നിരന്തരം എന്തെങ്കിലും അന്വേഷിച്ചു കൊണ്ടിരിക്കും. പുതിയ അനുഭവങ്ങൾ, പുതിയ ഉത്തേജനങ്ങൾ, പുതിയ സുഖങ്ങൾ, പുതിയ വ്യതിചലനങ്ങൾ. പക്ഷേ അവ ഒരിക്കലും പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയിൽ ഇത് വളരെ വ്യക്തമായി കാണാം. മനുഷ്യന് കുറച്ച് നിമിഷങ്ങൾ പോലും നിശബ്ദമായി ഇരിക്കാൻ ബുദ്ധിമുട്ടുന്നു. ഫോൺ, ശബ്ദം, ദൃശ്യങ്ങൾ, വിവരങ്ങൾ, വിനോദങ്ങൾ, എന്തെങ്കിലും നിരന്തരം ആവശ്യമാകും. എന്തുകൊണ്ടാണിത്? കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ശാന്തത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവ പുറത്തുള്ള ലോകത്തിലേക്ക് നിരന്തരം വലിക്കപ്പെടുന്നു. എന്നാൽ അവയെ സ്നേഹത്തോടെ ഏകീകരിക്കുന്ന ആന്തരിക ജാഗ്രത ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉപമയിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ, ദുർബലയായ വിധവ
ശക്തനായ ന്യായാധിപനെ ക്രമേണ സ്വാധീനിക്കുന്നു എന്നതാണ്. അതുതന്നെയാണ് ധ്യാനത്തിന്റെ രഹസ്യം. ധ്യാനം ആദ്യം മനസ്സിനെ നേരിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് ഇന്ദ്രിയങ്ങളുടെ പ്രവാഹത്തെ ക്രമേണ മെരുക്കുന്നു. കാഴ്ച കൂടുതൽ ജാഗ്രതയോടെ മാറുന്നു, കേൾവി കൂടുതൽ ശ്രദ്ധയോടെ മാറുന്നു, സ്പർശവും പ്രതികരണങ്ങളും കൂടുതൽ സമതുലിതമാകുന്നു. അപ്പോൾ അതിരുകളിൽ ആരംഭിക്കുന്ന മാറ്റം ക്രമേണ കേന്ദ്രത്തിലേക്കും വ്യാപിക്കുന്നു. ഇങ്ങനെ ഇന്ദ്രിയങ്ങളും മനസ്സും വീണ്ടും ഏകതയിലേക്ക് മടങ്ങി തുടങ്ങുന്നു. സ്നേഹമുള്ളവരെ, അടുത്ത ഭാഗം 26 വിധവ എങ്ങനെ നീതിരഹിതനായ ന്യായാധിപനെ മെരുക്കി എന്നതും അതിൻ്റെ ധ്യാനാത്മക രീതിശാസ്ത്രവും കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം. നന്ദി.